അപ്പോൾ നമ്മുടെ കൈവശമുള്ളതായ 11 ടൈപ്പിൽ ഉള്ള നിത്യ കല്യാണിയാണിത്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ, എല്ലാം പല ടൈപ്പിലുള്ളത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിത്യ കല്യാണിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അതായത് ശവന്നാറി എന്ന് പറയും, ഉഷമലരി എന്ന് പറയും, നിത്യകല്യാണി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ 11 ടൈപ്പ് കല്യാണി ചെടികളാണ് ഇത്. കല്യാണി ചെടികളുടെ പൂക്കൾ എന്ത് രസമാണ് ഓരോന്നും കാണാൻ. ഇപ്പം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ. എല്ലാത്തിനും ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇനി നോർമൽ ടൈപ്പ് ഉണ്ട്. നോർമൽ ടൈപ്പിനകത്ത് ഇന്ന് പൂവില്ലാത്തതുകൊണ്ടാണ് വെക്കാഞ്ഞത്. ഇത്രയും കളർ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ നിത്യ കല്യാണിയിൽ എപ്പം നോക്കിയാലും പൂക്കൾ കാണും. എപ്പം അതിന് സീസണൊന്നുമില്ല കേട്ടോ. എപ്പം നോക്കിയാലും അതിനകത്ത് നിറയെ പൂക്കൾ കാണും. അതുകൊണ്ടാണ് ഇതിനെ നിത്യ കല്യാണി എന്നുള്ള പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഉഷമലരി എന്ന് പറയും, ചിലയിടത്ത് ശവന്നാറി എന്ന് പറയും, ചിലയിടത്ത് നിത്യ കല്യാണി എന്ന് പറയും. ഇനി വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കുക. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഉഷമലരി കണ്ടില്ലേ. അതായത് നമ്മുടെ നിത്യ കല്യാണി എന്താണ് പിന്നെ ശവന്നാറി എന്നൊക്കെ പറയും. പക്ഷേ ശവന്നാറി എന്ന് പറയാൻ തന്നെ നമുക്ക് തോന്നത്തില്ല. ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ അത്ര ഭംഗിയാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇപ്പം കണ്ടോ, നല്ല ബേബി പിങ്കിനകത്ത് പിന്നെ റെഡ് കളറ് അതിൻ്റെ നടുക്കായിട്ട്. ഇപ്പോൾ കൊണ്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നല്ല കെയറും ഒക്കെ കൊടുത്തിട്ടാണത് വളർന്നു വരുന്നത്. അതിൻ്റെ വളപ്രയോഗം ഒക്കെ നല്ലതുപോലെ കൊടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നോക്കി എന്ത് ക്യൂട്ടാണ് കാണാൻ, എന്ത് രസം, എന്ത് ഭംഗി. നോക്കി നല്ല റെഡ് കളറിനകത്ത് നടുക്ക് വൈറ്റ് കളറ്. ഇപ്പോൾ ഒരു മുട്ടൊക്കെ ദാണ്ട് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ദാണ്ട് ഇവിടെ പൂക്കൾ വരുന്നുണ്ട്. ഇത് 3ാമത്തെ കളറ്. നല്ല രസമാണ് ഇതും കാണാനായിട്ട്. നല്ല പിങ്കും അതിൻ്റെ നടുക്ക് റെഡ് കളറും ഒക്കെ ആയിട്ട്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പിന്നെ ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുവാ വ്യത്യാസം എന്നുള്ളത്. കാരണം എല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷേങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള കളറ് ഒക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇത് പിങ്കിനകത്ത് നടുക്ക് കണ്ടില്ലേ നല്ല വൈറ്റ് കളറായിട്ട്. ഇപ്പം കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ നല്ല പിങ്ക് കളറിനകത്ത് റെഡ് കളറായിരിക്കും. ഇത് പിങ്കിനകത്ത് നല്ല വൈറ്റ് കളറ്. നല്ല ശിഖരങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിന് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറുണ്ട്. ഡാർക്ക് കളറും പിന്നെ അതിൻ്റെ നടുക്കായിട്ട് വൈറ്റ് കളറുമായിട്ട് അതായി വരുന്നതേ ഉള്ളൂ. ഇത് പിങ്കിനകത്ത് ഡാർക്ക് പിങ്ക്. ഇത് കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെറ്റൽസിനെ കണ്ട് നിറമൊക്കെ മാറി ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് മാറും. ഇത് തന്നെ പല ഷേപ്പായിട്ട് വരുന്നുണ്ടല്ലേ. ഡാർക്കായിട്ട് പിന്നെ അത് ലൈറ്റായിട്ട് ഇങ്ങനെ വരും. ഇതും നല്ല ഭംഗി അല്ലേ കാണാനായിട്ട്. ഇത് ലൈറ്റ് ബേബി പിങ്കിനകത്ത് കുറച്ചുകൂടെ കളറുള്ള ഒരു പിങ്ക് കളറാണ്. ഇതിന് ഒരു വയലറ്റ് പിങ്ക് എന്ന് പറയാം. ഇത് നോക്കിയാൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. എന്ത് രസമാണ് വയലറ്റ് പിങ്കിനകത്ത് കുറേ കൂടെ ഡാർക്ക് പിങ്കുമായിട്ട് നടുക്ക്. ഇതെന്ന് വെച്ചാൽ പിന്നെ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എതളിന് തമ്മിൽ നല്ല വ്യത്യാസം കണ്ടില്ലേ, അകലമുണ്ട്. ഈ കാണിച്ചതെന്ന് വെച്ചാൽ അകലമില്ല. കണ്ടോ, ഇതിങ്ങനെ അടുക്കിനെ അങ്ങ് ഇരിക്കുകയാണ്. കണ്ടില്ലേ വ്യത്യാസം കണ്ടോ. ഇത് ലൈറ്റ് വയലറ്റ് കണ്ടോ. ഇത് കോമൺ ആയിട്ടുള്ളതല്ല, ഇത് കോമൺ ആയിട്ടുള്ളത് വേറെ ഉണ്ട് കേട്ടോ. അതിൻ്റെ നടുക്ക് എന്താണ്ട് ഇത് ചൂടെ നല്ല വലിപ്പമുള്ള ഇതളാണ് ഇതിൻ്റെ. അതിനകത്ത് ഇടയ്ക്ക് ഉണ്ടല്ലോ ഈ വെള്ളയായിട്ട് മാറും. ഇത് കണ്ടില്ലേ, അതിൻ്റെ പെറ്റൽസ് വെള്ളയായിട്ട് മാറുന്നതായിരിക്കും. നിറയെ പൂക്കൾ പിടിക്കും ഇതിനകത്ത്. ഇത് വൈറ്റിനകത്ത് റെഡ് കളറ് നല്ല ഭംഗിയാണ്. ഇത് നിറയെ പൂക്കൾ പിടിക്കും ഇതിനകത്ത്. ഇത് വെറും വൈറ്റ് കണ്ടോ. ഇതിനകത്ത് പിന്നെ വേറെ ഒരു കളറും ഇല്ല, പ്യുവർ വൈറ്റ് തന്നെ. അപ്പോൾ ഇത്രയും ചെടികൾ ഉഷമലരി നമ്മുടെ കയ്യിലുണ്ട്. കല്യാണി ചെടി കണ്ടില്ലേ, ഇത്രയും വെറൈറ്റി ഉണ്ട്. ഒരു 10ഓളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ഒറ്റ കളറായിട്ടാണ് തോന്നിയത്, പക്ഷേ ഒറ്റ കളറല്ല, ശരിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടില്ലേ വ്യത്യാസം. ഇതങ്ങ് കുറേ കൂടെ ഡാർക്കാണ്, ഇത് കുറച്ച് ലൈറ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ കയ്യിലിപ്പം 12 കളറാണുള്ളത്. ഇത് അപ്പോൾ അത് സത്യത്തിൽ ഞാനിത് ഒന്നായിരിക്കുമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയപ്പോഴല്ലേ ശരിക്കും അറിഞ്ഞത്. അങ്ങനെ 12 കളറുണ്ട് നമ്മുടെ കയ്യിലിപ്പം. അപ്പോൾ നമ്മുടെ കല്യാണി കുട്ടികളെല്ലാം കൂടെ നിരന്ന് നിൽക്കുന്ന കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. പലതരത്തിലുള്ളതായ കല്യാണികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നിത്യ കല്യാണി എല്ലാവരും കൂടെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇത് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അന്ന് എബിൻ എടുക്കാനില്ലാത്തതുകൊണ്ട്, 2 പേരും ഇല്ലാത്തതുകൊണ്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ എനിക്കൊരു പ്ലാസ്റ്റിക് കവറിനകത്തായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് ഗ്രോ ബാഗിനകത്താണ് നട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഗ്രോ ബാഗിനകത്ത് നല്ല രീതിയിൽ മണ്ണൊരുക്കുക, ചാണകം
അതുപോലെ വേപ്പൻ പിണ്ണാക്കും സ്വല്പം ജൈവവളം എന്താണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രോ ബാഗിനകത്ത് നിറച്ചിരിക്കുന്നത്. അടിയിൽ കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്താണ് പിന്നെ ഇത് നട്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് ഒരു ആ മണ്ണും കൂടെ ഒക്കെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് മണ്ണ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ആ വാങ്ങിക്കുന്ന കവർ പൊട്ടിച്ചിട്ട് ഈ കവറിനകത്തോട്ടങ്ങ് നടുക. എന്നിട്ട് നല്ല രീതിയിൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. 2 ദിവസം തണലിൽ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ വേരൊക്കെ പിടിക്കുകയുള്ളൂ. ഒരുപാട് നട്ടതിന് ശേഷം കൊണ്ടൊന്നും ഒരുപാട് വെയിലത്ത് വെക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് വാടിപ്പോകും. അപ്പം അങ്ങനെ ഒന്ന് തണലിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കോവലിൻ്റെ കീഴിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട്, അത്യാവശ്യം തണുപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ അവരിങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ട് 2 ആഴ്ച കഴിഞ്ഞ് നിൽക്കുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പൂ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രിക്കുകളൊക്കെ കാണിച്ചെങ്കിലേ എപ്പോഴും നല്ല പൂവൊക്കെ പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്സം സാൾട്ട് ഉണ്ടായിരുന്നു. ഞാനതൊരു സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചെടികളിൽ ചുവടും മുതൽ അതിൻ്റെ പിന്നെ ഇലയിലും എല്ലാം ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്തു. ചിലതൊക്കെ നട്ടാൽ പെട്ടെന്നൊന്നും നമുക്ക് വേര് പിടിച്ചൊന്നും കിട്ടത്തില്ല. ഈ നിത്യകല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പം എന്തോ ഒരു ശവന്നാറി ചെടിയല്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതിനെ ഒന്ന് വളർത്തിയെടുക്കുകയെന്ന് വെച്ചാൽ, ഇത് വെറൈറ്റി ആയിട്ടുള്ളതിനെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കുകയെന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ്. പക്ഷേ എങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന സൂപ്പർ മീലും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടായിക്കോളും. ചാണകപ്പൊടിയൊക്കെ ചാണകമൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും. ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ ഈ പച്ചക്കറി തോട്ടം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വല്പം നമ്മുടെ ഈ ഗാർഡനും കൂടെ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം, ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ചെടികളും കൂടെ ഒക്കെ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ശരിക്കും നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ഒരു ആ പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.